ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. ഭൂമിയുടെ അടുത്തുകൂടെ ലോ എർത്ത് ഓർബിറ്റിലൂടെ സഞ്ചരിക്കുന്ന നിരവധിയായിട്ടുള്ള ഉപഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ ശത്രു ഉപഗ്രഹങ്ങളാകാം. അപ്പൊ ഇതിനെയൊക്കെ നിരീക്ഷിക്കേണ്ടത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടുള്ളൊരു സംഗതിയാണ്. അത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുകയാണ് ഇന്ത്യ. അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ഒരു സ്വകാര്യ കമ്പനിയുമാണ്. ഒരു സെൻസറാണ് ഇതിനായിട്ട് നിർമ്മിക്കാൻ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതാണ് ഈ കമ്പനി? എന്താണ് ഈ സെൻസറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ആധുനിക യുദ്ധങ്ങളിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് ബഹിരാകാശത്ത് വിന്യസിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങൾ നൽകുന്ന ഇൻഫർമേഷൻ ആണ് എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ശത്രുവിന്റെ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കേണ്ടതും അത്യാവശ്യമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഇത് ചെയ്യുന്നത് പല രീതിയിലാണ്. ബഹിരാകാശത്ത് തന്നെ ശത്രുവിന്റെ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്ന ഉപഗ്രഹങ്ങൾ മിക്ക രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും വിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വികസിത രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, US തുടങ്ങിയ രാജ്യങ്ങൾ, റഷ്യ, ഇവരൊക്കെ നമുക്കൊക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന റഡാർ നെറ്റ്വർക്കുകൾ, അതല്ലെങ്കിൽ സെൻസർ, ഈ റഡാർ എന്ന് പറയുന്നത് ഒരുതരം സെൻസറാണ്. അപ്പം സെൻസർ നെറ്റ്വർക്കുകൾ, ടെലിസ്കോപ്പുകൾ, അതുപോലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ ഭൂമിയിൽ ഉപരിതലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ സഹായത്തോടുകൂടി ബഹിരാകാശത്തുള്ള ശത്രു ഉപഗ്രഹങ്ങളെയും സ്വന്തം ഉപഗ്രഹങ്ങളെയും നിരീക്ഷിക്കുകയും ആ ശത്രു ഉപഗ്രഹങ്ങളുടെ നീക്കങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പ്രഡിക്റ്റീവ് ഇന്റലിജൻസ്, അതായത് പ്രവചനാത്മകമായിട്ടുള്ള, ജ്യോതിഷമല്ല ഞാൻ പറയുന്നത്, അതിന്റെ നീക്കങ്ങളും അതിന്റെ ചലനങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് ഇപ്പോ കാളവാല് വെക്കുമ്പോഴേ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്ന പറയുന്നത് പോലെ, ഈ ഒരു ഉപഗ്രഹം അതിന്റെ നിശ്ചിത ഓർബിറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു ആംഗിളിലേക്ക് പോകുമ്പോൾ അത് എന്തോ ദുരുദ്ദേശം ആ ഉപഗ്രഹത്തിന് ഉണ്ടായെന്നുള്ളത് ആ ഒരു തിരിച്ചറിവ്, അത് തിരിച്ചറിയുകയും അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുകയും ചെയ്യുന്നതാണ് പ്രഡിക്റ്റീവ് ഇന്റലിജൻസ്. ആ പ്രഡിക്റ്റീവ് ഇന്റലിജൻസ് നൽകാനും ഒക്കെ ശേഷിയുള്ള നെറ്റ്വർക്കുകൾ ഇന്ന് അമേരിക്കയ്ക്കും ചൈനയ്ക്കുമുണ്ട്, റഷ്യയ്ക്കുമുണ്ട് ഒരു പരിധിവരെ. ആ പ്രൊഡിക്റ്റീവ് ഇന്റലിജൻസ് ലഭ്യമാവുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യയും മാറിയിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് 19 ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ദിഗന്താര എന്ന കമ്പനിയുടെ മൊസൈക്ക് എന്ന ഇത്തരം പ്രൊഡിക്റ്റീവ് ഇന്റലിജൻസ് നെറ്റ്വർക്ക് നിലവിൽ വന്നു. ഇന്ത്യയുടെ പല ഭാഗത്തും അവരുടെ സെൻസറുകളും റഡാറുകളും, റഡാർ ഉൾപ്പെടെയുള്ള സെൻസറുകളും, അതുപോലെ തന്നെ അവരുടെ ടെലിസ്കോപ്പുകളും, പിന്നെ ഓപ്റ്റിക്കൽ സെൻസർ നെറ്റ്വർക്ക് എന്ന് പറയും, അതെല്ലാം തന്നെ, അതായത് അതുപോലെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് നിലവിൽ വന്നു. ഇനി ഇത് നമ്മുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളിലേക്ക് നമ്മൾ വ്യാപിപ്പിക്കും. ഇത്തരം ഡാറ്റ ഇതുവരെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതും ഈ ലോകത്തിലെ മിക്കവരും വാങ്ങിക്കുന്നത് മുഖ്യമായിട്ടും അമേരിക്കയിലെ 2 കമ്പനികളാണ്. ലിയോ ലാബ്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, അതുപോലെ എക്സോ അനലിറ്റിക്. ഈ 2 കമ്പനികളാണ് ഈ മേഖലയിലെ. അതിൽ എക്സോ അനലിറ്റിക് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ട്രാക്കിംഗ് കമ്പനി എന്നാണ്. സാറ്റലൈറ്റ് സർവൈലൻസ് നെറ്റ്വർക്ക് എന്ന് പറയും, SSN. ആ SSN ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവർക്ക് ഒരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നു $1200-1500 ഒക്കെ കൊടുക്കണം. അപ്പൊ ഒരു ദിവസം ട്രാക്ക് ചെയ്താൽ പോരല്ലോ നമ്മൾ. അപ്പോൾ നിരവധി സാറ്റലൈറ്റുകൾ ട്രാക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു 15-20, ഇപ്പൊ ചൈനയ്ക്കൊക്കെ ആണെങ്കിൽ 10-500 സാറ്റലൈറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ ട്രാക്ക് ചെയ്യണമെങ്കിൽ എത്രായിരം ഡോളറാണ് ഒരു ദിവസം ചെലവഴിക്കേണ്ടി വരുന്നത് ഇന്ത്യ. അപ്പൊ അവിടെ ഇത് പിന്നെ ഇങ്ങനെ ഒരു സ്വകാര്യ നെറ്റ്വർക്ക് ഇന്ത്യയിൽ നിലവിൽ വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മുന്നേറ്റമാണ് ഈ സാറ്റലൈറ്റ് ട്രാക്കിങ്ങിൽ. പ്രത്യേകിച്ച് നമ്മുടെ ഈ എതിരാളികളുടെ ചാര ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ ഇത്തരം നെറ്റ്വർക്കുകൾക്ക് അപാരമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഗ്രൗണ്ട് ബേസ്ഡ് ഫേസ്ഡ് അറേ റഡാറുകളാണ് റഡാർ നെറ്റ്വർക്കാണ് സാധാരണ അതിന്റെ ഒരു മുഖ്യ ഘടകം ഈ നെറ്റ്വർക്കിന്റെ. ഈ ഫേസ്ഡ് അറേ റഡാർ എന്ന് പറയുമ്പോൾ ഒരേ സമയം ഒരു 100 കണക്കിന് ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വസ്തുക്കളെ, അതായത് വെറും ഒരു 0.5 മീറ്റർ വരെ വലിപ്പമുള്ള, ഒരു 50 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ഒരു വസ്തു ലോയർ ഓർബിറ്റിലൂടെ സഞ്ചരിച്ചാൽ ഇതിന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയും ഇതിന്റെ നീക്കങ്ങളെ കൃത്യമായിട്ട്, ഈ ഡാറ്റ
ഒരു നമ്മുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിലോട്ട് ഫീഡ് ചെയ്യുകയും അപ്പോ അതനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഒരു ഉപഗ്രഹത്തിന് നേരെ ഒരു ആക്രമണം മറ്റൊരു ശത്രു ഉപഗ്രഹം നമ്മുടെ ഉപഗ്രഹത്തെ തകർക്കാനായിട്ട് നീങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വിവരം നമ്മൾ ഈ ഇത്തരം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നെറ്റ്വർക്കുകളൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് മൊസൈക്ക്. ഈ മൊസൈക്ക് നെറ്റ്വർക്കിൽ നിന്നും ഇന്ത്യയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നു. ഉടൻ തന്നെ ISROയ്ക്ക് അത് കൈമാറുന്നു. ISROയുടെ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഹസാനിലെ ബാംഗ്ലൂരിലുണ്ട്, പിന്നെ മറ്റ് പലയിടത്തും ഉണ്ട്. എങ്കിലും ഹസാനിലാണ് അതിന്റെ പ്രധാനപ്പെട്ട സ്റ്റേഷന്. അപ്പൊ അവിടേക്ക് കൈമാറുന്നു. അവരുടൻ തന്നെ നമ്മുടെ ഉപഗ്രഹത്തെ ആ രീതിയിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് പൊസിഷൻ ചെയ്യുന്നു. മാത്രവുമല്ല, ഇപ്പോൾ നമ്മൾ തന്നെ കുറച്ച് ദിവസം മുമ്പ് ചർച്ച ചെയ്തിരുന്നതാണ്, ശത്രു ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ലേസറുകളുടെ നിർമ്മാണത്തിലാണ് ഇന്ത്യ. അത്തരം ഉപകരണങ്ങൾ ഉടൻ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. അത് മാത്രമല്ല, നമ്മളിപ്പോൾ വിക്ഷേപിക്കാൻ പോകുന്ന അത് ഈ ബോഡി ഗാർഡ് സാറ്റലൈറ്റുകളുണ്ട്. ബോഡി ഗാർഡ് സാറ്റലൈറ്റുകൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഭ്രമണപഥം വിട്ടിട്ട് ഈ നമ്മുടെ ഉപഗ്രഹത്തെ തന്ത്രപ്രധാനമായ ഉപഗ്രഹങ്ങളെ ആക്രമിക്കാൻ വരുന്ന മറ്റു സാറ്റലൈറ്റുകളെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യും. അതിൽ പിന്നെ യന്ത്രക്കൈകളും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അതിനെ പിടിച്ച് ദൂരോട്ട് വലിച്ചെറിയാം, അതല്ലെങ്കിൽ നേരിട്ട് പോയി ഇടിച്ചിട്ട് രണ്ടും തകരും, അങ്ങനെയുണ്ട്. അപ്പൊ പല പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കാൻ ഈ മുന്നറിയിപ്പിന് കഴിയും. അതാ ഈ ഗ്രൗണ്ട് ബേസ്ഡ് റഡാർ, ഫേസ്ഡ് അറേ റഡാർ നെറ്റ്വർക്കാണ്. അതുകൂടാതെ ഈ ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളുണ്ട്. ഈ ടെലിസ്കോപ്പുകളിലെ ഈ ഉപഗ്രഹങ്ങളിലൊക്കെ തന്നെ സൂര്യപ്രകാശം പതിച്ചിട്ട് അത് പ്രതിഫലിക്കും. അപ്പൊ അങ്ങനെ ഉപഗ്രഹങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ആ പ്രതിഫലിപ്പിക്കുന്ന രശ്മികൾ ഇത് പിടിച്ചെടുത്തിട്ട് ഈ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾ പിടിച്ചെടുത്തതിന് ശേഷം ഇവയുടെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം അതിനെ പിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങും, ട്രാക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഫേസ്ഡ് അറേ റഡാർ ആണെങ്കിൽ അത് ചെയ്യുന്നത് ഈ റഡാറിൽ നിന്നും റഡാർ വേവ്സ് പിന്നെ സ്പേസിലേക്ക് അയക്കുന്നു. അവിടെ ചെന്നിട്ട് ഈ ഉപഗ്രഹത്തിൽ നിന്നും റിഫ്ലക്ട് ചെയ്ത് ഉപഗ്രഹത്തിൽ തട്ടിയിട്ട് അത് തിരിച്ച് ഇതിന്റെ റിസീവറുകളിലേക്ക് എത്തും, ഈ ഫേസ്ഡ് അറേ റഡാറിന്. അങ്ങനെ എത്തുന്ന ഈ പിന്നെ തരംഗങ്ങൾ അത് വിശകലനം ചെയ്തിട്ടാണ് എത്ര ദൂരത്താണ് ഈ ഉപഗ്രഹമുള്ളത്, എത്ര ഡിഗ്രി ചരിവിലാണ് ആ ഉപഗ്രഹം സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര വേഗതയിലാണ് അത് നീങ്ങുന്നത്, ഇതൊക്കെ കണക്കൂട്ടി. അപ്പൊ ഇത്തരം ഈ ഡാറ്റയെയും ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളിൽ നിന്നും അതുപോലെ തന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിൽ നിന്നുമുള്ള ഡാറ്റയുമായിട്ട് സംയോജിപ്പിച്ചിട്ട് അതിന്റെ കൃത്യത ഉറപ്പുവരുത്തി റിയൽ ടൈം ട്രാക്കിംഗ് ആണ് നടക്കുന്നത്. അതായത് റിയൽ ടൈം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ ഒരു വസ്തു എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നുള്ള ഓരോ സെക്കൻഡിലും നമ്മൾ ട്രാക്ക് ചെയ്യും. അപ്പോ അത് ഒന്നും അതിന്റെ ദിശ മാറ്റിയാൽ നമ്മൾ ഉടൻ തിരിച്ചറിയും. ഈ റിയൽ ടൈം ട്രാക്കിങ് പെർഫെക്റ്റ്ലി നടത്താനാണ് ഞാൻ ഈ പറഞ്ഞ 3 സംവിധാനങ്ങൾ, അതായത് ഫേസ്ഡ് അറേ റഡാർ, ഓപ്റ്റിക്കൽ ടെലിസ്കോപ്സ്, റേഡിയോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകള് ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന റേഡിയോ തരംഗങ്ങൾ അത് റിസീവ് ചെയ്യുന്നതാണ്. അപ്പോ ഭൂമിയിൽ നിന്ന് അയച്ചിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതല്ലത്, അത് റഡാറുകളാണ് ചെയ്യുന്നത്. ഇത് ഉപഗ്രഹങ്ങൾ സ്വന്തമായിട്ട് അതിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ കമ്മ്യൂണിക്കേഷൻ പിടിച്ചെടുത്തിട്ട് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഉത്ഭവസ്ഥാനത്തെ കൃത്യമായിട്ട് കണ്ടെത്തി അത് പിന്നീട് ട്രാക്ക് ചെയ്യും. അങ്ങനെ 3 തരത്തിലുള്ള ട്രാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ 3 ഡാറ്റയും കൂടെ സംയോജിപ്പിച്ചിട്ട് കൃത്യതയോടുകൂടി തെറ്റുകളൊക്കെ പരമാവധി കുറച്ച് റിയൽ ടൈം സിറ്റുവേഷണൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് കൈമാറി സൈന്യം അതിനെ തുടർന്നിട്ടാണ് കൃത്യമായിട്ട് പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇത്തരം നെറ്റ്വർക്കുകൾ, ഇതിന്റെ ഡാറ്റ ഇപ്പോഴും ഇന്ത്യ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലും ഒക്കെ നമുക്ക് ഈ ഡാറ്റ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ വിദേശ ഏജൻസികൾ, ലിയോ ലാബ്സ് ആവാം, അതല്ലെങ്കിൽ എക്സോ അനലിറ്റിക് ആവാം, അങ്ങനെയൊക്കെയുള്ള നിരവധി ഏജൻസികളുണ്ട്. അവരിൽ നിന്നും നമ്മൾ വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെയൊക്കെയുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും പൂർണ്ണമായ കൃത്യതയോടുള്ള വിവരം അവർ ഒന്നുമില്ല. ഇപ്പം ഉദാഹരണത്തിന് കാർഗിൽ യുദ്ധം നടന്നപ്പോ അമേരിക്ക GPS നമുക്ക് ഡിനേ ചെയ്തു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് യുദ്ധ സമയങ്ങളിൽ ആരും കൃത്യതയോടുകൂടിയുള്ള ഡേറ്റ ഒന്നും തരില്ല. കാരണം നമ്മൾ അവരെ സമീപിക്കും, പാകിസ്ഥാൻ അവരെ സമീപിച്ച് നമുക്ക് കൊടുക്കരുതെന്നും പറഞ്ഞു.
സ്വാഭാവികമാണ്. ചൈനയുടെ കയ്യിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും ശരി, ഇങ്ങനെ ഒരു സംവിധാനം ഇന്ത്യക്ക് സ്വന്തമായിട്ട് വന്നു, നിലവിൽ വന്നു കഴിഞ്ഞു. അത് ഓഗസ്റ്റ് 19-നായിരുന്നു നിലവിൽ വന്നത്. ഇതെല്ലാം തന്നെ ഞാനീ പറഞ്ഞ ഡാറ്റ അനാലിസിസ് ഒക്കെ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ്. ഇത് സ്പേസ് ഡൊമൈൻ ആൻഡ് ഡിഫൻസ് ഇന്റലിജൻസ് എന്നാണ് ഈ ഒരു സംവിധാനത്തിനെ പൊതുവെ പറയുന്നത്. ഇത് വിദേശത്തെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വലിയ അഭിമാനകരമായ ഒരു സംഭവമാണ്. ഇതിന് യഥാർത്ഥത്തിൽ ഒരു സൈനിക ജാർഗണിൽ പറയുന്നത്, ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഉപഗ്രഹം നമ്മുടെ കസ്റ്റഡിയിലൂടെയാണ്. കാരണം ആ ഉപഗ്രഹത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. വിദേശത്തു നിന്നായിരിക്കും നിയന്ത്രിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ അതിനെതിരെ ജാമിങ് തൊട്ട് ഇലക്ട്രോണിക് ജാമിങ് നടത്താം, ലേസർ അറ്റാക്ക് നടത്താം, പിന്നെ നമുക്ക് മറ്റു രീതിയിൽ ഫിസിക്കൽ അറ്റാക്ക് തന്നെ നമുക്ക് നടത്താം, ബോഡി ഗാർഡ് സാറ്റലൈറ്റ് ഉപയോഗിച്ച്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഒരു മാറ്റം, ബഹിരാകാശത്ത് നടക്കാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു ടിപ്പാണിത്. ഇതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ യുദ്ധം തീർച്ചയായിട്ടും ഭൂമിയിലും ആകാശത്തിലും കടലിലും മാത്രമല്ല, അങ്ങ് ഗോളാന്തര തലങ്ങളിൽ നിന്നും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ തീർച്ചയായിട്ടും ചൊവ്വയിലോ അതല്ലെങ്കിൽ ചന്ദ്രനിലോ ഒക്കെ ഉറപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ ഭൂമിയിലേക്ക് വരാം. അതിന്റെ ആദ്യപടിയായിട്ട് അന്തരീക്ഷത്തിൽ നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന വെരി ഹൈ ആൾട്ടിറ്റ്യൂഡ് ഡ്രോണുകളിൽ നിന്നുള്ള മിസൈലുകളുടെ ആക്രമണം ഉണ്ടാകാം. എന്തായാലും ശരി, 10 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന യുദ്ധങ്ങളായിരിക്കില്ല ഇനി നടക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും വിശകലനങ്ങളുമായിട്ട് വേഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.